തിരുവനന്തപുരം നഗരസഭയിലെ മുൻ മേയർ ജെ ചന്ദ്രയുമായി നേമത്തെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന്റെ ഹൈലൈറ്റ്. നിയമം ഒരേ സ്വരത്തിൽ പറയുന്നു, ഇനി ജനങ്ങളുടെ ജനനായകൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ. എന്തുകൊണ്ട് ഒരു മാറ്റം കൊണ്ടുവരാനെത്തിയ NDA സ്ഥാനാർത്ഥിയെ ഇനി മാറ്റി നിർത്തണം എന്നാണ് നിയമം ഇപ്പോൾ ചോദിക്കുന്നത്. നിയമത്തെ ജനങ്ങളെ നേരിൽ കണ്ടും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പിന്തുണ തേടിയുള്ള യാത്ര രാജീവ് ചന്ദ്രശേഖരന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇത് കണ്ട് പ്രവർത്തകരുടെ ആത്മവിശ്വാസവും ഏറുകയാണ്. നിയമം ഒരു വലിയ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നാണ് ജനങ്ങളുടെ ഓരോ പ്രതികരണവും വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അഴിമതിയിലും ഭരണപരാജയത്തിലും വികസന വിരുദ്ധ രാഷ്ട്രീയത്തിലും നിയമത്തെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. അവർ രണ്ടല്ല ഒന്നാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി. ഇടതായാലും വലതായാലും ഒന്ന് തന്നെ. അത് ബോധ്യമാക്കി കൊടുക്കാൻ ജനങ്ങളിലേക്ക് ഇപ്പോൾ നേരിട്ട് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായ BJP ദേശീയ നേതാവ് രാജീവ് ചന്ദ്രശേഖർ. അതിൻ്റെ ഗുണം നേമത്തുകാർക്ക് തന്നെ ലഭിക്കും. രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു. മണ്ഡലത്തിലുടനീളം വോട്ടർമാരുമായി സംസാരിക്കുമ്പോൾ തനിക്കൊരു കാര്യം വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും പൂർണ്ണമായും എത്തണമെന്ന വലിയ ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. നേമത്തെ ജനങ്ങളുടെ വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. വികസിത നിയമത്തിനായി നേമത്ത് ഇതുവരെ മാറാത്തത് ഇനി മാറും, മാറ്റും. നിയമം പുരോഗതിയിലേക്ക് മുന്നേറും. അങ്ങനെ മാറ്റം തുടങ്ങാം. നേമത്തെ BJPയുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി കാര്യാലയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭദ്രദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. കണ്ണിലാണ് ജനങ്ങളുടെ പിന്തുണയും പ്രവർത്തകരുടെ ആവേശവുമാണ് നേമത്തെ NDA മുന്നേറ്റത്തിന്റെ കരുത്ത്. ഓരോ കുടുംബത്തിന്റെയും വളർച്ചയും മുന്നേറ്റവും അവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരവും ഉറപ്പാക്കുകയാണ് BJPയുടെ ലക്ഷ്യം. മാറ്റത്തിനായുള്ള ആവേശം ശക്തവും ലക്ഷ്യം വ്യക്തവുമാണ്. മാറ്റം തുടങ്ങാം. നേമത്തുകാർക്കൊപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ മറ്റൊരു ദിവസത്തിനും തുടക്കമാകുന്നുണ്ട്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നടന്ന പാൽപ്പൊങ്കാല വഴിപാടിൽ പങ്കുചേർന്നുകൊണ്ടായിരുന്നു വെള്ളിയാഴ്ചത്തെ പ്രചരണത്തിന്റെ തുടക്കവും. നേമത്തെയും കേരളത്തിലെയും എല്ലാ കുടുംബങ്ങളുടെയും സമാധാനത്തിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ഒരു മാറ്റത്തിനായി മുന്നോട്ട് തന്നെയാണ്.